നമസ്കാരം. ചാമക്കാല ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസം വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ആണ് ഇന്ന് നടന്നത്. പക്ഷേ ഇന്നത്തെ വിഷയം പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുവിധം സമാധാനമായി നിൽക്കുന്ന നാട്ടിൽ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ യുദ്ധം അല്ലെങ്കിൽ ഈ ഭീകരാക്രമണം ഇതെല്ലാം ഒക്കെ കഴിയുമ്പോൾ കുറേ ആൾക്കാർ കുറേ പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവരും. അതൊക്കെ സ്വാഭാവികമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേപോലെ തന്നെ ഇപ്പം ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഖിൽമാരാർ ബിഗ് ബോസിൽ പോയതിന് ശേഷമാണ് അഖിൽമാരാറിനെ കുറച്ച് പേരെങ്കിലും അറിയാൻ തുടങ്ങിയത്. അപ്പോൾ അയാളോടൊക്കെ ഒരുവിധം ഇഷ്ടമായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് സംസാരിക്കില്ല, അല്ലെങ്കിൽ എന്തിനും വിമർശിക്കുന്ന ഒരാളായതുകൊണ്ട് അയാളെ ഒരുവിധം ഇഷ്ടമായിരുന്നു. നല്ല നല്ല കാര്യങ്ങൾ അയാൾ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതിനിടയിൽ എന്തായാലും മുഖ്യമന്ത്രി, നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിന്, ആ മുഖ്യമന്ത്രിനെ അയാൾ ഒരുപാട് വലിച്ചു കീറുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതൊന്നും നമുക്ക് ഇഷ്ടമല്ല, എന്നെ സംബന്ധിച്ച്. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. അപ്പോൾ നമ്മളൊരു നാടിനെ സ്നേഹിക്കുമ്പോൾ ആ നാടിനോടുള്ളൊരു രാജ്യസ്നേഹം എന്നാണ് അതിന് പറയാലോ, ആ രാജ്യസ്നേഹം എല്ലാവരുടെ ഉള്ളിലുണ്ടാവും. അതുപോലെ ഇപ്പോൾ നമ്മളെ രാജ്യത്ത് എത്ര സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ രാജ്യത്തിനുള്ളിൽ നിൽക്കുമ്പോൾ ചില സംസ്ഥാനത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് കുറ്റം പറയുന്നത് ചിലപ്പോൾ നാടിനെ സ്നേഹിക്കുന്നവർക്ക് ചിലപ്പോൾ സഹിക്കില്ല. പക്ഷേ ഇതിനൊക്കെ മറികടന്നുകൊണ്ട് നമ്മുടെ സ്വന്തം രാജ്യത്തിനെ തള്ളിപ്പറഞ്ഞ ഈ അഖിൽമാരാർ ഇപ്പം എന്തായി? അഖിൽമാരാറിൻ്റെ അവസ്ഥ ഇപ്പം ഇന്നത്തെ രാവിലത്തെ ന്യൂസ് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാമ്യമില്ല വകുപ്പ് ചുമത്തി രാജ്യദ്രോഹ കുറ്റം അഖിൽമാരാറിൻ്റെ പേരിൽ. വളരെ ഇഷ്ടപ്പെട്ടു. ഇതിങ്ങനെ തന്നെ വിടും. ഇത് ഈ അഖിൽമാരാറിനല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിലിരുന്ന് കണ്ട് രാജ്യത്തിന് കുറ്റം പറയണം എല്ലാവർക്കും ഇങ്ങനെയുള്ളൊരു ശിക്ഷ അത്യാവശ്യമാണ്. നിങ്ങൾ പോയിട്ട് മറ്റുള്ള രാജ്യത്തൊക്കെ നോക്ക്. എന്തിനു പറഞ്ഞു ഈ പാകിസ്ഥാനികൾ, അവരുടെ രാജ്യമാണ് അവർക്ക് ഏറ്റവും വലുത്. അവിടെ ഇരുന്ന് കണ്ടിട്ട് ഇന്ത്യനെ കുറ്റം പറയുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു രാജ്യത്ത്, ബംഗ്ലാദേശിൽ അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ, മസ്കറ്റിൽ, മറ്റുള്ള ഏതെങ്കിലും രാജ്യത്ത് അവരെ നാടിനെ കുറിച്ച് കണ്ടിട്ട് അവർ കുറ്റം പറഞ്ഞിട്ടുണ്ട്? ഈ ഒരു കലാപരിപാടി കാണുന്നത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ അങ്ങനത്തെ കുറേ കീടങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയാൽ തന്നെ നമ്മുടെ നാട്ടിൽ നന്നാവുള്ളൂ. മനസ്സിലായോ? ഇത് രാഷ്ട്രീയമല്ല, അല്ലെങ്കിൽ മറ്റുള്ള പൊളിറ്റിക്സ് അല്ല ഞാൻ പറയണത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഞങ്ങളൊക്കെ ജോലി ചെയ്യണത് മറ്റൊരു നാട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് നമ്മുടെ നാടും ഞങ്ങൾ ജോലി ചെയ്യണ നാടും കഴിഞ്ഞിട്ടുള്ളൂ ഏതും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്നം തരുന്നത് എവിടെയാണ്? സൗദി അറേബ്യയാണ്. നമ്മളിവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് നമ്മളെ നാടിനും കൂടി നമുക്ക് ഗുണമുണ്ട്. ഞാൻ മാത്രമല്ല, മറ്റുള്ള എല്ലാവരുടെ കാര്യവും. നമ്മളൊരു നാട്ടിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ നമ്മൾ അന്നം തരുന്ന നാടേതാണ്, ആ നാടാണ് നമുക്ക് ഏറ്റവും വലുത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സ്വന്തം നാട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ കിടന്ന് അധ്വാനിച്ച് കിട്ടുന്ന പൈസ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുമ്പോൾ നമ്മളെ നാട്ടിൽ വികസനങ്ങളും മറ്റുള്ളത് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഈ നാടിനെയും കുറ്റം പറയാൻ പാടില്ല, നമ്മുടെ നാടിനെയും കുറ്റം പറയാൻ പാടില്ല. നമ്മൾ ഈ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ ഇവരെ കൂടെ നിൽക്കും. അതിന് എന്ത് പ്രശ്നം വന്നാലും. അതാണ് രാജ്യസ്നേഹം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു രാജ്യത്ത് നിന്ന് കണ്ടിട്ട് മറ്റൊരു രാജ്യത്തിന് കുറ്റം പറയുക, എന്നിട്ട് ഇവിടെ നിന്ന് മേടിച്ച് തിന്ന് നമ്മളെ നാട്ടിൽ പോയിട്ട് ഇവിടുത്തെ നാട് ശരിയല്ല എന്ന് പറയാ, ഇതൊക്കെ മഹാപോക്കിരുത്തരണം. അപ്പം ഇങ്ങനെയുള്ള പറയുന്നവർക്കൊക്കെ നല്ല ശിക്ഷ കിട്ടണം. ഞങ്ങളിവിടെ സൗദി അറേബ്യയിൽ ഞങ്ങളുടെ ഇവിടുത്തെ സൗദിയിലത്തെ രാജാവ് ഇവിടൊക്കെ എന്തെങ്കിലും പറഞ്ഞു നോക്കട്ടെ, അപ്പറയും വിവരം പിറ്റേ ദിവസം പൊക്കും. അതാണ്, അങ്ങനെയാണ് വേണ്ടത്. എന്തിനാണ് കുറ്റം പറയണത്? അതൊക്കെ അവർ നോക്കട്ടെ. നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനലുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ കണ്ടിട്ട് മറ്റുള്ളവരിരുന്ന് കുറ്റം പറയേണ്ട ഒരു കാര്യമില്ല. തമാശയ്ക്ക് ഇപ്പം ട്രോളുന്നതൊക്കെ ഉണ്ട്, അത് തമാശയായിട്ട് കാണണം. അല്ലാതെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും രാജ്യദ്രോഹ കുറ്റം തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനെ മറ്റൊരു സഹായിക്കാൻ പോയി ഇന്ത്യ എന്തുണ്ടാക്കി, ഇന്ത്യ ഈ അടിച്ചത് മുഴുവൻ എവിടെ കൊണ്ടുപോയി, അങ്ങനെയൊക്കെ ചോദിച്ചതാണ് അഖിൽമാരാർ.
അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഉള്ളിലിരുന്നിട്ട് നമ്മളെ നാടിനെ മറ്റുള്ള ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മളെ നാട്ടിലുള്ളവർ തന്നെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് ഭരിക്കുന്ന ഭരണാധികാരികൾ ആരായാലും ശരി അവരിരുന്ന് കുറ്റം പറയുക. ഇതൊക്കെ അല്ലേ നിങ്ങൾ ചെയ്ത് കണ്ടിട്ട് നിങ്ങൾ ഒരു വ്യൂവേഴ്സ് കൂട്ടാനും അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാനും വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ കിടന്ന് പറഞ്ഞ് ഇപ്പം അവസാനം ഇനി ഇപ്പം കിടന്ന് മോങ്ങിക്കോ, അത്രേ പറയുള്ളൂ. എല്ലാവരുടെ സ്ഥിതിയും ആര് പറഞ്ഞാലും ഇപ്പം അഖിൽമാരായിരുന്നല്ല ആര് ഇങ്ങനെ പറഞ്ഞാലും എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ പറയാനുണ്ടായ കാരണം? ഒരാളെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളെ വലിച്ചു കീറി അയാളുടെ ജീവിതം ഇല്ലാണ്ടാക്കുക എന്നുള്ളൊരു പ്രവണത നമ്മളെ നാട്ടിലുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തന്നെ വേടൻ്റെ കേസിൽ കണ്ടില്ലേ? പക്ഷെ വേടൻ ചില സമയത്ത് കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തതുണ്ട്, അത് വേറൊരു സത്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോൾ വർഗീയത ഇല്ലാതെ പോകണ്. അപ്പം അതിനിടയിൽ കൂടെ വർഗീയത ഈ ജാതി പറഞ്ഞു കണ്ടിട്ട് ഉള്ള പാട്ടുകളും അതിനെക്കുറിച്ച് മാത്രമാണ് വേടൻ സംസാരിക്കുന്നത്. അത് വേറൊരു വിഷയം. ആ ഒരു വിഷയമായിട്ട് ഞാൻ നാളെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഒരാൾ ഇഷ്ടപ്പെട്ട് വരുമ്പോൾ അതില്ലാതാക്കരുത്. നമ്മൾക്ക് പണവും പദവിയും ഒക്കെ വന്നു ചേരുമ്പോൾ നമ്മൾ വന്ന വഴി മറക്കാതിരിക്കുക, അതെനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്തൊരു വിഷയമായിട്ട് നാളെ വരാം. താങ്ക് യു.